ഫുൾ മൂൺ ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുകയും ചെയ്യാറുണ്ട്. ഇത് എത്ര പേര് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വർക്ക് ആവാറുണ്ട് കേട്ടാ. സ്പെൽസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, അതുപോലെ തന്നെ മറ്റുള്ള ദേവാലയങ്ങളിൽ പള്ളികളിലും മറ്റുമൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് വർക്ക്ഔട്ട് ആവാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് മെഡിറ്റേഷൻ. കാര്യം നമ്മുടെ ചക്ര ബ്ലോക്കേജസും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ടൊക്കെ നിങ്ങളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചക്രാസ് ഒക്കെ എന്താന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ഥാനങ്ങളാണ്. നമുക്ക് 7 ചക്രാസ് ഉണ്ട്. റൂട്ട് ചക്ര തുടങ്ങിയിട്ട് ക്രൗൺ ചക്ര വരെ 7 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ചക്രാസിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് വന്നാൽ ഓവറോൾ നമ്മുടെ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ഇതിലൊക്കെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചക്ര ബ്ലോക്കേജസ് എടുത്തു മാറ്റുമ്പോഴാണ് പിന്നെ നമുക്ക് വഴിപാടുകളോ അല്ലെങ്കിൽ സ്പെൽസും റിച്വൽസും ഒക്കെ വർക്ക് ആവുന്നത്. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഇന്ന് ഫുൾ മൂൺ ആയതുകൊണ്ട് ഒരുപാട് റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ സ്പെൽസ് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവരും ഈ വീഡിയോ കാണുന്നത് തന്നെ. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ മൈൻഡ് റിലാക്സ് ചെയ്യുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതിനുള്ള എയിം എന്ന് പറയുന്നത്. മൈൻഡ് റിലാക്സ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിലുള്ള കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അതായത് സ്പെൽസ് വർക്ക് ആവുമോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് വർക്ക് ആവുമോ, എൻ്റെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുമോ. അപ്പൊ ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവില്ല എന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന സ്പെൽസ് എന്ന് പറയുന്നത് വൈറ്റ് സ്പെൽസ് ആണ്. വൈറ്റ് സ്പെൽസ് എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റ് സ്പെൽസ് എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയൊരു മാജിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ മിക്കവരോടും പറഞ്ഞിട്ടുണ്ട്, സ്പെൽസ് എന്ന് വെച്ചാൽ ഒത്തിരി നാൾ അതിന്റെ റിസൾട്ട് നിൽക്കില്ല, കുറച്ച് ദിവസത്തേക്കാണ്. അപ്പോ ആ ഒരു സമയത്ത് നമ്മൾ കാര്യം ചെയ്തെടുക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സ്പെൽ പ്രൊട്ടക്ഷൻ റിച്വൽസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്പെല്ലിന്റെ എഫക്റ്റ് ഒരു 21 ഡേയ്സ് ടു ഒരു 60 ഡേയ്സ് വരെ ആണെന്ന് വെച്ചാൽ നമുക്ക് സ്പെൽ പ്രൊട്ടക്ഷൻ റിച്വൽസ് ചെയ്യുന്ന വഴി ആ സ്പെൽസിന്റെ ഇഫക്റ്റ് ഒരു 1 ഇയറിലേക്കൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ ഓറയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് നെഗറ്റീവ് ആയാൽ പോലും അതിനെ കേടുപാടുകളൊന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ മിക്ക ആൾക്കാർക്കുള്ളൊരു പ്രോബ്ലം ആണ് സ്പെൽസ് ചെയ്തതിന് ശേഷം ആർഗ്യുമെന്റ്സിലേക്കൊക്കെ പോകുന്നത്. ആർഗ്യുമെന്റ്സിലേക്ക് പോവാണ്ടിരിക്കുക കേട്ടോ. ആർഗ്യുമെന്റ്സ് പോയാൽ നിങ്ങളുടെ ഓറ നെഗറ്റീവ് ആകും. നെഗറ്റീവ് ഓറയിൽ ചെയ്യുമ്പോൾ സ്പെൽസിനെ അത് ബാധിക്കും. ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഫുൾ മൂണിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഡേ ആണ്. നിങ്ങൾ മാക്സിമം മൈൻഡ് റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൂൺ എന്ന് വെച്ചാൽ കോൾഡ് മൂൺ എന്നാണ് ഇതിന്റെ പേര് തന്നെ കേട്ടോ. കാരണം നമ്മുടെ ഡിസംബർ മാസത്തില് ഈ തണുപ്പ് സമയമാണല്ലോ. അപ്പൊ തണുപ്പ് സമയത്തൊക്കെ ഏൻഷ്യന്റ് ഒരു അമേരിക്കൻസ് ട്രൈബ്സ് ഒക്കെയാണ് ഈ പേരിട്ടത്. അവര് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്, ഏറ്റവും തണുപ്പുള്ള ഒരു സമയവും. ഈ ഒരു ഫുൾ മൂണിന്റെ പ്രത്യേകത തന്നെ നമ്മുടെ പാസ്റ്റ് എനർജി റിലീസ് ആണ്. കാര്യം പുതുവർഷം അടുത്ത മാസം തൊട്ട് വരികയാണ് അല്ലെ. അപ്പൊ ആ ഒരു പുതുവർഷത്തിൽ നമ്മുടെ എനർജി ഒന്ന് ക്ലെൻസ് ചെയ്ത് നമ്മുടെ പാസ്റ്റ് ട്രോമാസ്, പാസ്റ്റ് എനർജി റിലീസ് ചെയ്ത് പുതിയൊരു എനർജിയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ചെറിയൊരു ഇതിന്റെ ബാക്കിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയാണ്. ഈ ഒരു ലൈറ്റ്, ഇങ്ങനെ ഒരു വെട്ടം, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഒരു വെട്ടം, ഞാൻ ഈ തരുന്ന ഹീലിംഗ് എനർജി എല്ലാവരിലേക്കും വന്ന് പതിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഹീലിംഗ് എനർജിയും പ്രേയേഴ്സും ഉണ്ടാവും കേട്ടോ. നിങ്ങളും അതുപോലെ തന്നെ ഹീലേഴ്സ് ആയിട്ട് മാറുക, വളരെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറുക. അതുപോലെ തന്നെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. ആ പവർ കയ്യിലുണ്ടാവട്ടെ. നിങ്ങൾക്ക് നല്ല കരിയർ, നല്ല ഫിനാൻസ്, നല്ല റിലേഷൻഷിപ്പുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇവിടെ ഇപ്പോൾ ഞാൻ മെഡിറ്റേഷനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, അഗർബത്തി എടുക്കുക, ഇതുപോലെ അഗർബത്തി കത്തിക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി ക്ലെൻസ് ചെയ്തിട്ടിരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഫസ്റ്റ് ടൈം ഒക്കെ ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ
മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ അഗർബത്തി കത്തിച്ചിട്ട് നിങ്ങളെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. കണ്ട, ഇതുപോലെ ക്ലെൻസ് ചെയ്യുക. എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഞാൻ ക്ലെൻസ് ചെയ്യുന്നു എന്ന് പറയുക. അതുപോലെ EBC ഒക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് അതൊക്കെ ചെയ്യുക കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഡെയിലി ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ബ്ലോക്കേജസ് മാറി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് ട്രസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോ അഗർബത്തി ക്ലെൻസിങ് ഞാൻ കാണിച്ചത്. എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻ്റെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഞാൻ ക്ലെൻസ് ചെയ്യുന്നു. ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഈ ഒരു ചന്ദനത്തിരി ഫുള്ള് ശ്വസിക്കണ്ട കേട്ടോ. ചന്ദനത്തിരിക്കൊക്കെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഫുള്ള് അതൊന്നും മൂക്കിലേക്ക് കയറ്റണ്ട. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് കെടുത്തിക്കളയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ പതുക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് വളരെ നല്ലൊരു മൈൻഡ് മൂഡിലേക്ക് കൊണ്ടുവരിക. കണ്ണടച്ചാലേ പേടിയാണ്, കണ്ണടച്ചാലേ ടെൻഷനാണ്. കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുക. യൂണിവേഴ്സിനോട് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യൂണിവേഴ്സിനോടൊന്ന് സംസാരിച്ച്, ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് നിങ്ങൾക്ക്, ആ ഫ്രണ്ടിനോടൊന്നും മിണ്ടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ചെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവർ ചോദിക്കില്ലേ നിന്റെ ആവശ്യത്തിന് മാത്രമാണല്ലേ അപ്പൊ ഞാനൊന്ന് ചോദിക്കും ഇല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? സെയിം ആണ്. യൂണിവേഴ്സിനെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണുക. നിങ്ങളുടെ ഫീലിങ്സ് ജെന്യുവിൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എന്താണ് റിസൾട്ട് വരിക. സ്നേഹത്തോടെ ചോദിക്കുക, സ്നേഹിച്ചിട്ട് ചോദിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ സെൽഫായിട്ട് ഞാൻ എക്സാമ്പിളാണ്. ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ലൈഫിലൊക്കെ പല പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? പല പല ഇഷ്യൂസും നമ്മുടെ ലൈഫിലുണ്ട്. അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ മനസ്സിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ആക്കാൻ പറ്റാത്തൊന്നും തന്നെ ഇല്ല കേട്ടോ. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടേ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ഹീലായല്ലേ ഒരുപാട്, ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് നീ രക്ഷപ്പെട്ടല്ലേ? അതാ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിവേസ് അവർക്ക് മനസ്സിലാവുന്നുള്ളതാണ് ഐ ക്യാൻ ഹീൽ. ഞാൻ സെൽഫായിട്ട് ഹീൽ ചെയ്ത ആളാണ്. എത്രത്തോളം തകർച്ച വന്നിട്ട് കാര്യമൊന്നുമില്ലതാ ബാങ്ക് വിളിക്കുന്നു കണ്ട. ഇത്രത്തോളം യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അല്ലേ? അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഹീലാവുക. ഇത്രയും പുരാണം പറയുന്നത് മറ്റൊന്നുമല്ല. ഫുൾ മൂണാണ്. ഇമോഷൻസ് വരാം, മൂഡ് സ്വിങ്സ് വരാം, ചിലർക്ക് കരച്ചിൽ വരാം, തന്നെ കരയുന്ന ആൾക്കാരുണ്ടാവാം. സെൽഫായിട്ട് ഹീൽ ചെയ്യുക. ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പ്ലീസ്, അവരുടെ ഓർമ്മ വരും, കുഴപ്പമില്ല. നിങ്ങൾ ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മാസ്കുലിൻ ആണ്, ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാരാണ്. ദയവ് ചെയ്ത് നിങ്ങളെ ഇട്ടിട്ട് പോയി നിങ്ങളെ ടോർച്ചർ ചെയ്തോ അല്ലെ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി ഇരുന്ന് കരയല്ലേ. അവര് വരാനുള്ള ഡിവൈൻ ടൈമിങ്ങിൽ ഉണ്ടല്ലോ, അവര് വരും. ഇനി അവര് വരണ്ടെന്നാണെങ്കിൽ പോലും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു. മനസ്സ് റിലാക്സ് ചെയ്യുക, വളരെ ശാന്തമായിട്ട് വെക്കുക. ഒരു വിധത്തിലും മൈൻഡിനെ എന്ത് ചെയ്യാൻ പാടില്ല, സങ്കടപ്പെടുത്താൻ പാടില്ല. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണുകൾ അടച്ചു വെച്ചോളൂ. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കണ്ണുകൾ തുറക്കണ്ട, അടച്ചു തന്നെ വെക്കുക. കുറച്ചു നേരത്തേക്ക് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തോളൂ കേട്ടോ. നല്ല പോലെ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. നല്ല പോലെ ഡീപ്പ് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് ഇൻ. ഒന്ന് ഹോൾഡ് ചെയ്യുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ ഡീപ്പ് ബ്രെത്ത് നിങ്ങൾക്ക് ഒരുപാട് ശ്വാസതടസ്സോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ശ്വാസം പിടിച്ചൊന്നും വെക്കണ്ട. ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതിയാവും. അതുപോലെ നടുവിന് വേദന, പുറം വേദന ഒക്കെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഒരു ബാക്ക് റെസ്റ്റ് വെക്കാം. ഞാനിപ്പോൾ ബാക്ക് റെസ്റ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനതിൽ സാരിയിട്ടില്ല, ബിക്കോസ് ഞാൻ ഓക്കെയാണ്. ഇല്ല, നിങ്ങൾക്ക് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് കിടന്നുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടോ മറ്റോ കേൾക്കുക. അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. കയ്യിലൊരു കുപ്പി വെള്ളം കരുതുക കേട്ടോ. അതുപോലെ ഇങ്ങനെയുള്ള ഒരു കാൻഡിൽ ഇപ്പം ഞാൻ വാങ്ങിയതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, എവിടെയെങ്കിലും
മെഴുകുതിരി കത്തിച്ച് വെച്ചാലും ഒക്കെ മതി കേട്ടോ. ഇതൊക്കെ ടീ ലൈറ്റ് ക്യാൻഡിൽ ഹോൾഡേഴ്സ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഹോൾഡേഴ്സിലാണ് മെഴുകുതിരി കത്തിച്ച് വെക്കാറ് കേട്ടോ. ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ്. എനിവേസ്, അപ്പോൾ നിങ്ങൾ കുറച്ച് ശാന്തമായിട്ട് ഇരിക്കുക കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട്. നല്ലപോലെ ഒന്ന് ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു 5 minutes take a deep breath in. ഒന്ന് ഹോൾഡ് ചെയ്യുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, നല്ലതുപോലെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് വളരെ പോസിറ്റിവിറ്റി നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നു. നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലുള്ള ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നിങ്ങൾ റിലീസ് ചെയ്യും. ഡീപ് ബ്രെത്ത് ഇൻ, പതിയെ ശ്വാസം ഹോൾഡ് ചെയ്യാം, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക.
ഇന്ന് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ഡേ ആണ്. കണ്ണുകൾ അടച്ചു തന്നെ പിടിച്ചോളൂ. അഫർമേഷൻസ് പറയാം കേട്ടാ. മൈ ഡിയർ ancestors, on this full moon occasion, thank you. I'm grateful for all the divine protections to me and my family. I request my ancestors to come through. I thank you for coming and blessing me and my family at this time. Thank you, thank you, thank you. My dear ancestors, I'm sorry. Please forgive me. I thank you. I love you. My dear ancestors, I forgive you. I forgive myself. And thank you so much for forgiving us. I'm grateful to my ancestors. I'm grateful to my grandparents. And I'm grateful to my parents. Gratitude to all my ancestors. Thank you so much. Amen. Thank you, thank you, thank you. കൈ ഒന്ന് റബ്ബ് ചെയ്യാം. ഹാൻഡ്സ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് പതിയെ നിങ്ങളുടെ ഫേസിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഹൗ ഡു ഫീൽ നൗ? ഒന്ന് റിലാക്സ്ഡ് ആയോ മൈൻഡ്? തീർന്നിട്ടില്ല. ടുഡേ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു നൈറ്റ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് കൂടെ തരുവാണ്. സോ കണ്ണുകൾ അടച്ചു തന്നെ വെക്കുക. നിങ്ങൾക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാം. കുറച്ചു നേരം അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, ഫോണിൽ നിങ്ങൾ രണ്ടുപേരും ടെക്സ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കറങ്ങാൻ പോകുന്നു, അങ്ങനെയുള്ള പോസിറ്റീവായിട്ട് സംഭവിച്ചതായിട്ട് ഓർക്കുക. അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ അത് കിട്ടി, നിങ്ങൾ റിവാർഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഓർക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു ഹെൽത്ത് ആണെങ്കിൽ അവരുടെ ഹെൽത്തിന് വേണ്ടി അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അതൊക്കെ ആലോചിക്കാം. എന്താണോ വേണ്ടത് മനസ്സിലത് ആഗ്രഹിക്കുന്നത് അത് ആലോചിച്ച് കുറച്ചു നേരം ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കുക കേട്ടോ.
എല്ലാവരും വിഷ്വലൈസേഷൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പതുക്കെ ഹാൻഡ്സ് റബ്ബ് ചെയ്യുക, ഫേസ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യുക, യൂണിവേഴ്സിനോട് പറയാം താങ്ക് യു യൂണിവേഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഡിവൈൻ മാജിക് ബിഗിൻ നൗ. എൻ്റെ കൂടെ പറഞ്ഞു, ഡിവൈൻ മാജിക് ബിഗിൻ നൗ, ഡിവൈൻ മാജിക് ബിഗിൻ നൗ, മിറാക്കിൾ മാജിക് ബിഗിൻ നൗ, മിറാക്കിൾ മാജിക് ബിഗിൻ നൗ, മിറാക്കിൾ മാജിക് ബിഗിൻ നൗ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളെല്ലാം EBC ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? EBC ചെയ്യുന്നവരുണ്ട്, HPP ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ഇതൊരു തടസ്സമല്ല. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ EBC ചെയ്യാം കേട്ടാ. HPP ഒക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അതൊന്നുമില്ല, ഇന്ന് ഈ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടാ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ആവട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, എല്ലാ ബ്ലോക്കേജസും മാറട്ടെ. സ്പെൽസ് ചെയ്യുന്നവർക്കൊക്കെ ഓൾ ദ വെരി ബെസ്റ്റ്. പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ആരോടും വഴക്കിടാനോ ഒന്നിനും പോവല്ലേ കേട്ടോ. ആർഗ്യുമെന്റ്സ് ഒന്നും പാടില്ല. 1 വീക്ക് ആർഗ്യുമെന്റ്സ് പാടില്ല, മസ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. ബൈ.